ഹലോ ബട്ടർഫ്ലൈസ്, ഇറ്റ്സ് മീ യുവർ കുഞ്ഞു. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്ക് സുഖമാണ്. എനിക്ക് പനിയൊക്കെ ഇപ്പം കുറവുണ്ട്. തൊണ്ടയ്ക്ക് ഇത്തിരി പ്രശ്നമുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇടാമെന്ന് പറഞ്ഞതാണ്. ബട്ട് എന്ത് ചെയ്യാം മക്കളെ, ഇന്നലെ ബ്ലോക്ക് വീണ് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എഡിറ്റെല്ലാം കൂടെ അപ്ലോഡ് ചെയ്തായിരുന്നു ഞാൻ. അപ്പോഴത്തേക്കും എന്ത് പറ്റിയെന്ന് അറിയില്ല, ബ്ലോക്ക് വീണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അത് ഡിലീറ്റ് ചെയ്തു. ഇപ്പം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. മിസ്റ്റേക്ക് വല്ലതും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ട് അഭിപ്രായം പറയേണ്ടതാണ്. എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അടുത്ത എപ്പിസോഡ് എപ്പോഴൊന്നും പ്രതീക്ഷിക്കേണ്ട, എഡിറ്റിംഗ് തുടങ്ങുന്നതേ ഉള്ളൂ. ഞാൻ എന്തായാലും പെട്ടെന്ന് ഞാൻ ഫ്ലാഷ് ബാക്കും കൂടെ കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ അവസാനിപ്പിക്കും. പിന്നെ ബാക്കിയുള്ള സ്റ്റോറീസൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. സെക്കൻഡ് ആനിവേഴ്സറി ഞാൻ ജിമ്മിച്ചാന് തന്ന സർപ്രൈസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഹലോ ഇച്ചായ. പറ ബേബി. ഇത് എവിടെയാ? ഞാൻ ഓഫീസിൽ നിൽക്കുവാ. ജിമ്മിച്ചായ, കള്ളം പറയത്, എവിടെ നിൽക്കുവാ? അത് പിന്നെ ബേബി, ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ബാറിൽ. സമയം 11:50. 12 മണിയാകുമ്പോൾ ഇച്ചായൻ ഇവിടെ കണ്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ ഞാൻ ഇച്ചായനെ വീട്ടിൽ കയറ്റത്തില്ല. ഈ ചായ എന്താ വരുന്നു മുത്തേ? ഇവിടെ എന്താ പൂക്കളൊക്കെ? ഇവിടെ ആരും ഇല്ലേ? കൊള്ളാല്ല സംഭവം. എന്നാലും ഇതൊക്കെ എന്താ? റൂമിൽ പോയി നോക്കാം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ചായ. സെയിം ടു യു ബേബി. പിന്നെ ഇച്ചായ ഒരു കാര്യം പറയാനുണ്ട്. ഇച്ചായൻ എന്നോടൊരു കാര്യം പറഞ്ഞില്ലേ, കുറേ കൊല്ലത്തേക്ക് നമ്മുടെ ഇടയിൽ നമ്മൾ മാത്രം മതി. പറഞ്ഞു. അതിന് നടക്കുമെന്ന് തോന്നുന്നില്ലേ ചായ? അതെന്താ? ഈ ഗിഫ്റ്റ് ബോക്സ് ഒന്ന് തുറന്നു നോക്കിയേ. ഇതിലെന്താ? തുറന്നു നോക്കാത്തെയോ? ഓക്കേ. ശരിക്കും ബേബി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു പപ്പയാകാൻ പോകുക. അതെ ചായ, നമ്മൾ പാരന്റ്സ് ആകാൻ പോകുക. എത്ര മാസമായി? 4 മാസമായി. എന്താ 4 മാസമായെന്നോ? അതപ്പോ 3 മാസമായി ഞാൻ പീരീഡ്സ് ആയിട്ട്. അപ്പോൾ ഞാൻ ഒന്ന് ചെക്കപ്പ് ചെയ്തതാ. അപ്പോഴാ അറിഞ്ഞേ ഒരു കുഞ്ഞു ജിമിൻ എൻ്റെ വയറ്റിലുണ്ടെന്ന്. എന്നാലും ഈ വർഷത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ ഗിഫ്റ്റ് കൊള്ളാം. மட்டும் போதும், கண்ணில் வைத்து காத்திருப்பேன் என்னவனாலும். உன்னெதிரில் நான் இருக்கும் ஒவ்வொரு நாளும், உச்சி முதல் பாதம் வரை வீசுது வாசம். தினமும் 1000 முறை பார்த்து முடித்தாலும் இன்னும் பார்த்திட சொல்லி பழுமனம் ஏங்கும். தாரமே தாரமே வா, எல்தல் சுவாசமே சுவாசமே நீ, உயிரே
தன்னாலே ஆயுள்ரகை முழுவதுமாய் தேயும் முன்னாலே ஆழம் வரை வாழ்ந்திடலாம் காதலின் உள்ளே இந்த உலகம் துளாய் உடைந்து போனாலும் அதன் ஒரு துகளில் உன்னை கரை சேர்த்தேன் தாரமே தாரமே வா வாழ்வின் வாசமே வாசமே நீ தானே தாரமே தாரமே வா எல்தல் சுவாசமே சுவாசமே நீ உயிரே வா நீ நடக்கும் பொழுது நிழல் தரையில் படாது உன் நிழலை எனது உடல் நழுவ விடாது பேரழகின் மேலே ஒரு துரும்பும் தொடாது பிஞ்சு முகம் ஒரு நொடியும் வாடக்கூடாது உன்னை பார்த்திருப்பேன் விழிகள் மூடாது உன்னை தாண்டி எதுவும் தெரியக்கூடாது தாரமே தாரமே வா வாழ்வில் வாசமே வாசமே நீ தானே தாரமே தாரமே வா எல்தல் சுவாசமே சுவாசமே நீ உயிரே வா മൂന്നാം വർഷ ആനിവേഴ്സറി അതും പൊളിയായിരുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മഞ്ജുസേ. താങ്ക് യുടാ വിക്കി. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്താണ് പരിപാടി? എന്ത് പരിപാടി? ഒരു പരിപാടിയില്ല. കല്യാണം കഴിഞ്ഞ് 3 വർഷമായി, ജസ്റ്റിക്ക് 1 വയസ്സുമായി. അതിനിപ്പോ എന്താ? ഓ അതിനൊന്നുമില്ല. ആ നീ ഇവിടെ നിൽക്കായിരുന്നോ? നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്നാ ചായ? പറയാം വാ. ഞാൻ ഇപ്പൊ വരാമേ. അല്ല മീനു, കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞു. അതിന് അല്ല ഒരു കുഞ്ഞിക്കല്ല് നമുക്കും കാണണ്ടേ? വിക്കി, ഞാൻ പറഞ്ഞു 2 വർഷം കഴിഞ്ഞ് മതിയെന്ന്. ഓ എന്നാ ചായ? എന്നാത്തിന് എന്നെ ഇങ്ങോട്ട് വിളിച്ചേ? അതോ പറ ചായ അങ്ങോട്ട്. നമുക്ക് പുറത്ത് പോകാം. അതിനെന്താ, പോകാമല്ലോ. ഞാൻ പോയി ജസ്റ്റ് റെഡിയാക്കി കൊണ്ടുവരാം. നിൽക്ക് മഞ്ജു. എന്നാ ചായ? ജസ്റ്റിയെ കൊണ്ടുപോകണ്ട. അത് പറ്റൂല, എനിക്ക് എൻ്റെ മോനെ വേണം. മഞ്ജൂസേ, നമ്മൾ വൈകിട്ടാകുമ്പോൾ തിരിച്ചു വരും. എന്നാലും പറ്റൂല, എനിക്ക് എൻ്റെ മോനെ വേണം. എന്നാ പോയി ജസ്റ്റിയെ കെട്ടിപ്പിടിച്ചിരുന്നു. ഞാൻ പോണു. ആ ഞാൻ പോകുവാ. നീ റെഡി ആകുന്നില്ലേ? എവിടെ പോകാൻ? നീയും മഞ്ജുമോളും കൂടി പുറത്തു പോകുക നിൽക്കുകയല്ലേ? പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. പക്ഷേ മഞ്ജുമോൾ അവിടെ റെഡി ആവുകയാണല്ലോ. ശരിക്കും? ആടാ. അവളെവിടെ? അവളിപ്പോ വരും. ആ ദോ വരുന്നു. സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായല്ലോ. ഓ താങ്ക് യു വിക്കി ചായ. ഡി, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്നെ ഇച്ചായ എന്ന് വിളിക്കരുതെന്ന്. ഓ ജസ്റ്റ് വരുന്നില്ലേ? ഇല്ല, അവൻ എന്റെ കൂടെ ഇരുന്നോളൂ. ഓ സമാധാനായി. എന്നാ നിങ്ങൾ പോയിട്ട് വാ. അല്ല മേഡം, ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എനിക്കിപ്പോഴും വരണമെന്നില്ല. ഓ തന്നെ, എന്നാ ഈ വണ്ടി ഇറങ്ങിക്കോ. ആ ഞാൻ ഇറങ്ങും. ഇച്ചായനാദ്യം വണ്ടി നിർത്ത്. അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞതാണേ. ഓ എന്ത് പറ്റി ബേബി, നിനക്ക് ജസ്റ്റ് വരാത്തൊരു സങ്കടമാണോ? അവൻ നമ്മുടെ കൂടെ വരില്ലെന്ന് എനിക്കറിയാം. അതെങ്ങനെ?
ഞാനേ ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ ഞാൻ മീനുവിൻ്റെ കയ്യിലാണ് അവനെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. അവളെ ആ ജസ്റ്റിക്ക് കൂടുതൽ ഇഷ്ടം. ആ അത് കാര്യേ. അല്ല, നിന്നെ കാണാതെ അവൻ എത്ര നാളിരിക്കും? ഒരു 3 ദിവസമൊക്കെ അവ ഇരിക്കും. അത്രയും ദിവസമൊക്കെ ഇരിക്കുമല്ലേ? ഓ, അവ ഇരുന്നോളൂ ഇച്ചായ. ആ, ഓക്കേ. അല്ല ഇച്ചായ, ഇച്ചായ എന്തിനാ അങ്ങനെ ചോദിച്ചേ? എങ്ങനെ ചോദിച്ചെന്നാ? എന്നെ കാണാതെ ജസ്റ്റ് എത്ര ദിവസം ഇരിക്കുമെന്ന്. അതോ, പറയാം. നമ്മളിത് എവിടെ പോകുക ഇച്ചായ? പറയാ, നീത്തി മിണ്ടായിരുന്നാണ്. എവിടെ പോകുക ഇച്ചായ? ഒന്ന് പറ. മഞ്ജുസേ, നമ്മൾ 3 ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പോകുക. ഞാൻ വരുന്നില്ല, വണ്ടി നിർത്തിയേ. പറ്റത്തില്ല. എന്നാ ഞാൻ വണ്ടി നിർത്തി ചാടും. ആ, നിർത്തി. എന്തിനാ നിർത്താൻ പറഞ്ഞേ? ഇച്ചായ, എനിക്ക് വരാനൊന്നും പറ്റത്തില്ല. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, ജസ്റ്റിയെ നോക്കണം. ജസ്റ്റ് മീന് നോക്കിക്കോളും. പിന്നെ ഹോസ്പിറ്റലിലെ കാര്യം. 3 ദിവസത്തേക്ക് ലീവ് ഞാൻ ചോദിച്ചു, തന്നു, ഞാൻ മേടിച്ചു. എന്ത് പച്ചായ പറയുന്നേ? എടി, നിനക്ക് വേണ്ടി ഞാൻ 3 ദിവസത്തേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് മേടിച്ചു. ഇച്ചായ, ഒന്നും പറയണ്ട. 3 ദിവസത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നു. 3 ദിവസമൊന്നും വേണ്ട. പിന്നെ? 1 ദിവസം മതി. പറ്റൂല. എൻ്റെ ശർക്കര ഇച്ചാനല്ലേ, എൻ്റെ പുന്നാറ് ചിമ്മിച്ചാനല്ലേ, 1 ദിവസം മതി. നീ സോപ്പ് ഇട്ടിട്ട് കാര്യമില്ല മഞ്ജുസേ. 3 ദിവസം കഴിഞ്ഞ് നമ്മൾ വരും. ഓ, പോകാം. ആ പോകാം. ചിരിമണി മുല്ലേ, ചിത്തിരമുല്ലേ, സുഖമല്ലേ സുന്ദരി മുല്ലേ, ചെല്ല നിലാവിൻ ചുംബനമേൽക്കാൻ സുഖമാണല്ലേ. ചെമ്പകമലരെ കളി പറയാതെ, കരിവണ്ടേ കൊതി തൊഴിലാതെ, മധുവിധുരാവിതിലെല്ലാം പണ്ടേ പതിവാണല്ലോ. കണ്ണിണകൾ കടുകു വറുക്കണ് സുഖമാണല്ലോ, കവിളിണകൾ ചോന്നു തുടിക്കണ് പതിവാണല്ലോ. ഒരു വട്ടം കൂടി പറയണതെന്തിന് ഞാൻ Better just tell me, tell me, tell me. സ്നേഹം തൊട്ടു തൊട്ടു തരുമോ? കനവിൽ മുട്ടി മുട്ടി നീ വരുമോ വരുമോ വരുമോ? I just wanna love you. ചുണ്ടിൽ തൊട്ട് തൊട്ട് നൽകാം, കനവിൽ മുട്ടി മുട്ടി ഞാൻ തനിയെ പോരാ. ചിരിമണി മുല്ലേ, ചിത്തിരമുല്ലേ, സുഖമല്ലേ സുന്ദരി മുല്ലേ, ചെല്ല നിലാവിൻ ചുംബനമേൽക്കാൻ സുഖമാണല്ലേ. ചെമ്പകമലരെ കളി പറയാതെ, കരിവണ്ടേ കൊതി തൊഴിലാതെ, മധുവിധുരാവിതിലെല്ലാം പണ്ടേ പതിവാണല്ലോ.
സുഖമല്ലേ സുന്ദരി മുല്ലേ ചെല്ല നിലാവിൻ ചുംബനമേൽക്കാൻ സുഖമാണല്ലേ കണ്ണിണകൾ കടുകു വറുക്കണ് സുഖമാണല്ലോ കവിളിണകൾ ചോന്നു തുടിക്കണ് പതിവാണല്ലോ ഒരു വട്ടം കൂടി പറയണതെന്തിനി ഞാൻ Better just tell me, tell me, tell me സ്നേഹം തൊട്ടു തൊട്ടു തരുമോ കനവിൽ മുട്ടി മുട്ടി നീ വരുമോ വരുമോ I just wanna love you ചുണ്ടിൽ തൊട്ട് തൊട്ട് നൽകാം കനവിൽ മുട്ടി മുട്ടി ഞാൻ തനിയെ പോരാ സൗണ്ടിൻ്റെ പ്രശ്നം നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എവിടെയൊക്കെയാണ് മിസ്റ്റേക്കെന്ന് എന്നോട് പറയണം, കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. പിന്നെ നല്ല അലപ്പുണ്ട് ഇവിടെ, എൻ്റെ അനിയത്തിയുടെ അലപ്പാണ് കേട്ടോ. പിന്നെ എന്നാൽ നമുക്ക് പിന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.